ഹലോ ചേച്ചി, പഴയ സിനിമകളെ പറ്റി സംസാരിക്കുകയാണെന്ന് തോന്നില്ലേ? അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാൻ സാധ്യതയില്ല. 30 മുതൽ വയസ്സുള്ളവർ കാണാൻ സാധ്യതയില്ല. അതേസമയം എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അത് ഹിറ്റ് മൂവിയാണ് ആ സമയത്ത്. ഈ തരത്തിലുള്ള സിനിമകളൊക്കെ ഇല്ലേ, നമുക്ക് എത്ര ജീവിത വീക്ഷണമാണ് അതിൽ കൂടി തരുന്നതെന്ന് അറിയോ? പണ്ട് സിനിമ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരു മാധ്യമം അല്ലേ നമുക്ക് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. ഇപ്പം ഞാൻ ഓരോ റീൽസൊക്കെ ഇടുമ്പോഴേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈക്ക് കല്യാണമൊക്കെ കഴിച്ച് ഒരു 4 വർഷമൊക്കെ ആകുന്ന ആൾക്കാർക്ക് 2 മുതൽ വർഷങ്ങളായ ആളുകൾ പറയാണ്, ചേച്ചി ഇത് പണ്ടും ഉണ്ടായിരുന്നോ ഇങ്ങനെ? ഇറ്റ്സ് എ റിവലേഷൻ ദാറ്റ് ദിസ് വാസ് ദർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. മക്കളെ, ഇത് ആദം ഹവ മുതൽ ഇങ്ങോട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പല അച്ഛന്മാരുടെ ടോക്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ട്, ഇത് ഈ ഒരു എന്താ പ്രതിഭാസം, ഇൻലോസ് പ്രതിഭാസം മനുഷ്യനുള്ള കാലം മുതൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും വെസ്റ്റേണേഴ്സിനെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്, അവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരിക്കും എന്ന് ഓർക്കും. പക്ഷെ അവിടെ ഉണ്ട് ഇതൊക്കെ തന്നെ. എന്താന്ന് വെച്ചാലേ, എവ്രിവെയർ ദർ ഇസ് എ ബയസ്ഡ് വ്യൂസ്. ഇപ്പം ഞാനിങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഞാനത് ബോധപൂർവം മാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണ് കേട്ടോ. എനിക്കും കുറേ ബയസ്ഡ് വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ കസിൻ പറയുക, ചേച്ചിക്ക് ഒരു മകളേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും ചേച്ചി ഇത്ര ബോൾഡായിട്ട് പറയുന്നത്. ഒരു മകനായിരുന്നെങ്കിൽ ചിലപ്പോൾ യു വുഡ് ഹാവ് റിഫ്രെയിൻഡ് ഫ്രം ടോക്കിംഗ് ലൈക്ക് ദിസ്. നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻസ് ഉണ്ടാകും. മോൻ എന്ന് പറയുമ്പം ഒരു മാറ്റർ ഓഫ് പ്രൈഡാണ് ഇന്ത്യൻസിന് എന്ന് എൻ്റെ കസിൻ പറയുകയുണ്ടായി. അപ്പം ഞാനും ചിന്തിച്ചു, ഒരു പക്ഷേ ഇപ്പോൾ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആവുമായിരുന്നോ അറിയില്ല. ചിലപ്പോൾ ആയേക്കാം, പക്ഷെ ആകരുത്, ആവാൻ പാടില്ല തന്നെ കേട്ടോ. ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു നല്ല മദർ ഇൻ ലോ ആവണം, അങ്ങനെ നല്ല ഡോട്ടർ ഇൻ ലോ ആവണം, അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് കേട്ടോ. ഞാൻ കണ്ടത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഐ ജസ്റ്റ് ബിലീവ് ഇൻ പീസ് അറ്റ് ഹോം, പീസ് വിതിൻ ദ ഫാമിലി. അതിന് വേണ്ടിയിട്ട് പല അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്തേക്കാം, പക്ഷേ എൻ്റെ ഹാപ്പിനെസ് സ്റ്റേക്ക് ചെയ്യുന്ന പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്യില്ല തന്നെ. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. സോ നിങ്ങൾ അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറഞ്ഞ മൂവി ഒന്ന് യൂട്യൂബിൽ പരതി നോക്കണേ. എന്തൊരു രസമാണെന്നറിയോ ആ മൂവി കണ്ടിരിക്കാനായിട്ട്. മോഹൻലാലിൻ്റെ വൈഫായിട്ട് ശോഭനയുടെ ബ്രദറാണ് മമ്മൂട്ടിയുടെ വൈഫാണ് മോഹൻലാലിൻ്റെ സിസ്റ്റർ. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിരിക്കുകയാണ്. അത് ഞാൻ അറിയണ ഒരു ചേട്ടനും ചേച്ചിയുണ്ട് മദ്രാസിൽ. എൻ്റെ ഒരു ഗോഡ് ഫാദർ പോലത്തെ ഒരു ചേട്ടനാണ് കേട്ടോ. ഇദ്ദേഹം ഇപ്പം ഇല്ല. ഗോപിനാഥ് എന്നാണ് ചേട്ടൻ്റെ പേര്, ചേച്ചിയുടെ പേര് ശോഭ. അപ്പോൾ ഈ ഗോപിനാഥ് ചേട്ടൻ്റെ സിസ്റ്ററിനെയാണ് ശോഭ ചേച്ചിയുടെ ബ്രദർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വിവാഹം കഴിച്ചത് ഗോപിനാഥ് ചേട്ടൻ്റെ സിസ്റ്ററിനെയാണ് ആദ്യം വിവാഹം കഴിപ്പിച്ചു വിടുന്നത് ബാബു ചേട്ടൻ ശോഭ ചേച്ചീസ് ബ്രദർ. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഐക്യമാണ് എപ്പോഴും. ഇപ്പോൾ ഗോപിച്ചേട്ടൻ പാസ്റ്റ് അവേ 80 years ഒക്കെ ഉണ്ടായേനും ബാക്കി മറ്റവർക്കൊക്കെ ഇപ്പോൾ 70s വയസ്സ്. ബട്ട് ദേ ആർ സ്റ്റിൽ വെരി ഹാർമോണിയസ് റിലേഷനാണ് കേട്ടോ ഞാൻ അവിടെ കണ്ടേക്കുന്നത്. അതേപോലെ നിങ്ങൾ ഈ പേളിമണിയുടെ കഥ കേട്ടിട്ടില്ലേ? പേളിമണിയുടെ അച്ഛനും പേളിമണിയുടെ ഇളയച്ചനും കല്യാണം കഴിച്ചിരിക്കുന്നത്, പേളിമണിയുടെ അമ്മയുടെ അനുജത്തിയാണ് പേളിമണിയുടെ ഇളയച്ചൻ വിവാഹം കഴിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ അനുജൻ. എന്നിട്ട് അവർ ഒരു കൂട്ടുകുടുംബമായിട്ട് ആണ് വസിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതെങ്ങനെയാണ് അവരുടെ രീതികളെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. കാരണം അവരവർക്ക് അവരവരുടേതായ സ്പേസ് അല്ലെങ്കിൽ അവരവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ വീതിച്ചു കൊടുക്കുകയും അവിടെയുള്ള ഓരോ അംഗങ്ങളും അത് ഏറ്റെടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഇല്ലേ, ലൈഫ് പീസ്ഫുള്ളായിട്ട് മാറും. അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. നമ്മളൊരു സോഷ്യൽ ബീയിങ് അല്ലേ, അപ്പം നമുക്ക് എന്തായാലും അത് സാധിക്കില്ലേ? നിങ്ങൾ ഈ കുരങ്ങുകളുടെ ക്ലാൻസ് ഒക്കെ കണ്ടിട്ടില്ല? അവിടെയും ഇങ്ങനെ തന്നെയാണ്. ഒരു കുശുമ്പ് പറച്ചിലും ഒരു ഫാമിലി തമ്മിലും മറ്റ് ഫാമിലി ആയിട്ടൊരു അടി, അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ദിവസം നാഷണൽ ജോഗ്രഫിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ മൃഗങ്ങളിൽ നിന്ന്, അതായത് നമ്മൾ ഒരുപാട് അടുത്ത് നിൽക്കുന്ന എയ്പ്സിൻ്റെ അടുത്ത് നിന്ന് പോലും ദിസ് ഇസ് ഹൗ എന്താ പറയുക, ബിഹേവിയേഴ്സ് ആർ എന്താ പറയുക പാറ്റേണൈസ്ഡ് അല്ലേ? ആ പാറ്റേൺസ് അവിടെ നിന്ന് തന്നെ ഉണ്ടായി വരികയാണ്.
അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പോലെ ഇവിടെയും എന്ന സിനിമയിൽ കുറച്ച് ഈ കൾച്ചറൽ ഡിഫറൻസസ് വരുന്നുണ്ട് ഓരോ ഫാമിലിയും തമ്മിൽ. ഒരു ഫാമിലി ഫാഷനബിൾ ആണ്, മമ്മൂട്ടിയുടെ ഫാമിലി വന്നിട്ട് കുറച്ച് എന്താ പറയുക അത്ര മോഡേൺ അല്ല, മോഹൻലാലിൻ്റെ ഫാമിലി കുറച്ച് മോഡേൺ, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അതിനകത്ത്. അപ്പം ഈ മമ്മൂട്ടിയും വൈഫും തമ്മിലുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ, ആ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള അസ്വാരസ്യം മോഹൻലാലും ശോഭനയുമായിട്ടുള്ള വിവാഹത്തിലേക്ക് പെർക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ വിവാഹം അന്യോന്യം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പോസിറ്റീവ്സ് ആണ് നമ്മൾ പേളി മാണിയുടെ വീട്ടിൽ കാണുന്നതും ഇതിനകത്ത് കാണുന്നത്. അതിൻ്റെ എന്താ പറയുക നെഗറ്റീവ്സ് എങ്ങനെയാണ് പെർക്കുലേറ്റ് ചെയ്തതെന്നാണ്. സി എല്ലാ തരത്തിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ദർ ആർ ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് ഇന്നത്തെ ഫെസിലിറ്റീസ് അല്ല, ഓട്ടോമേറ്റഡ് ഫെസിലിറ്റീസ് അല്ല ഞാൻ പറയുന്നത്, മാൻ പവർ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വലിയച്ഛൻ വലിയമ്മ അങ്ങനെ എല്ലാവരുമായിട്ടൊരു ബോണ്ടേജ് ഉണ്ടായിരുന്നു. എൻ്റേത് നിൻ്റേത് എന്നുള്ള ഒരു കാര്യമേ അവിടെ കാണാനില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, മുസ്ലിം അൺഡിവൈഡഡ് ഫാമിലി ഒക്കെ ഇല്ലേ, ക്രിസ്ത്യൻ അൺഡിവൈഡഡ് ഫാമിലീസ് ഉണ്ടായിരുന്നോ അതെനിക്ക് അത്ര എനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ താമസിക്കുമ്പോൾ ദർ വിൽ ബി എ കർത്ത, ആ ഒരു വീടിന് ഒരു നാഥൻ എന്നുള്ള രീതിയിൽ ഒരാളുണ്ടാവും. അദ്ദേഹം പറയുന്നത് എല്ലാവരും അച്ചട്ടായിട്ട് അനുസരിക്കുകയും ചെയ്യും. ആ അമ്മാവൻ അല്ലെങ്കിൽ ആ തലപ്പത്തിരിക്കുന്ന ആള് ശരിക്കുമുള്ള ഒരു എന്താ പറയുക ലീഡറാണെങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോവുകയും ചെയ്യും. അല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം വന്നിട്ട് പാറ്റേൺസ് എല്ലാം മാറി, എല്ലാവരും ചെറിയ ചെറിയ അണുകുടുംബങ്ങളായിട്ട് മാറിയപ്പോൾ അതിനും ഒരു പ്രത്യേകത ഉണ്ട്, സുഖമാണ് എന്ന് ആളുകൾ കരുതാൻ തുടങ്ങി, എല്ലാം ഓട്ടോമേറ്റഡ് ആകാനും തുടങ്ങി അല്ലേ. അപ്പം ഞാൻ എന്തിനാ ഈ ടോപ്പിക്കിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കുറേ ഇടങ്ങളിൽ എനിക്ക് കുറേ മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിൽ വന്നു. ആഫ്റ്റർ ഡൂയിങ് ദിസ് റീൽ ഉണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീൽ ഇട്ടിരുന്നു, നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ പ്രയോറിറ്റി, അല്ലാതെ നിങ്ങളുടെ അമ്മയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ, ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ആ അച്ഛനും അമ്മയിലും ആ അച്ഛൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആ അമ്മയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടിലെ കാര്യം എനിക്ക് പിന്നെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ ബ്രദർ, പിന്നെ വണ്ടി ഓടിക്കുന്നത് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് ഇറ്റ് വാസ് ഡ്രൈവർ, അത് പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ്, പിന്നെ 2 കുഞ്ഞു കുട്ടികൾ. ഇത്രയും പേര് ഞങ്ങളൊരു അംബാസഡർ കാറിൽ അന്നത്തെ കാലത്ത് കേട്ടോ, 35 years ബാക്ക്, എനിക്കൊരു 15 വയസ്സ് ആയിട്ടുണ്ടാവുമായിരിക്കും ആ സമയത്ത്. എൻ്റെ ബ്രദർ ഇനിയും കുഞ്ഞാണ്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ മടിയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് പോവാണ്, പഴനിയിലേക്ക് ടൂർ പോവാണ്. അപ്പോൾ പഴനിയിലേക്ക് പോകുന്ന വഴിക്ക് അമ്മാവനും അച്ഛനും തമ്മിൽ എപ്പോഴും ഇങ്ങനെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, വഴിയിൽ കണ്ട വഴിയോര കാഴ്ചകളെ പറ്റി അവർ പറയുന്നുണ്ട്. ഈ നുങ്ക് എന്ന് പറഞ്ഞൊരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഈ പനയുടെ കരിക്ക് ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്കത് കാണുമ്പോ ഇല്ല, അത് ചിലരൊക്കെ പറയും അത് കഴിച്ചാൽ വയറുവേദന എടുക്കുന്നത്, പക്ഷെ നമ്മൾ ഈ കരിക്ക് പോലെ ഇരിക്കും, അത് മറ്റേ ശരിക്കുള്ള കരിക്കില്ലേ, കഴിച്ചിട്ടുണ്ടാവും പലരും. അപ്പൊ അത് കാണുമ്പോൾ കുട്ടികളായ എനിക്കൊക്കെ ഭയങ്കര ദാഹമുള്ള സമയമാണ്, കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന വെയിലുമാണ്. കോയമ്പത്തൂർന്ന് പഴനിയിലേക്കുള്ള റൂട്ട് ദിണ്ടിഗലാണോ അങ്ങനെ ആ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പുളിയമരങ്ങളും പിന്നെ ഈ പനമരം മാത്രമേ കാണാനുള്ളൂ, ഡ്രൈ ആണ് ലാൻഡ്. ആ കാഴ്ചകളിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നും. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛൻ എനിക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കാത്ത മട്ട് അച്ഛൻ്റെ പൊളിറ്റിക്കൽ ഇത് ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അമ്മാവനുമായിട്ട്, ജയപ്രകാശ് അമ്മാവനുമായിട്ട്, അമ്മയുടെ ഇളയ ബ്രദറാണ്. പുള്ളിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് ഒക്കെയാണ്. അച്ഛൻ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കണമെങ്കിൽ പുള്ളി ആ സമയത്ത് ജനതാ പാർട്ടി എന്ന് പറയുമായിരുന്നു. അങ്ങനെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ആര് പറയുന്നു അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടിയിൽ പറ്റിയിട്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തോ ചരൺ സിംഗിന്റെ കാര്യമൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർമ്മയുള്ളൂ എന്തൊക്കെയായിരുന്നു അവരുടെ ഡിബേറ്റ് എന്ന്. അച്ഛൻ എന്തോ ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാറി, എല്ലാവരുടെയും പൊളിറ്റിക്കൽ ചിന്തയും അജണ്ടയൊക്കെ മാറി. അന്നത്തെ കാലമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഓക്കെ, എൻ്റെ അമ്മാവനില്ല കേട്ടോ, ഇപ്പോൾ അമ്മാവൻ മരിച്ചുപോയി. മാത്സ് അധ്യാപകനായിരുന്നു, നന്നായിട്ട് എനിക്കൊക്കെ ഒരുപാട് ട്യൂഷൻ തന്നിട്ടുണ്ട്.
അമ്മാവൻ കാരണമാണ് എനിക്ക് 100-ൽ 96 കിട്ടിയത്. ചെറിയൊരു തള്ളിയിരുന്നോട്ടെ ഇടയ്ക്ക്. അപ്പോൾ അത് അമ്മാവിന് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ ഈ ഓർമ്മകൾ. എന്നിട്ട് അപ്പോൾ ഉഷാൻറ്റി എന്ന് പറയുന്ന അമ്മാവിൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തി സ്പൈസസ് ബോഡി എന്നൊക്കെ റിട്ടയർഡായ ആളാണ്. അദ്ദേഹം ആൻറ്റിയും ഉണ്ട് കൂടെ, ആൻറ്റിയുടെ മക്കളും ഉണ്ട്. ഞങ്ങളിങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് വെള്ളം ദാഹിക്കാൻ തുടങ്ങി, ഞാൻ പറയാൻ തുടങ്ങി കേട്ടോ. അച്ഛന് അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു പാടം കണ്ടു, കുറച്ച് പച്ചപ്പ് കണ്ടു. അവിടെ കൂടി നല്ലൊരു അരുവി പോവുകയാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മ, ഓ വെള്ളം എന്ന് പറയാല അച്ഛനില്ലേ, നിർത്തിക്കാൻ നിർത്തിക്കാൻ നിർത്തിക്കാൻ, ആശയ്ക്ക് വെള്ളം വേണം. അച്ഛൻ അച്ഛൻ വെള്ളം എന്നും കേട്ടു, അമ്മയുടെ സൗണ്ടും കേട്ടു. കാറ് നിർത്തിയത് ഉഷാൻ്റെയൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കണ്ടോ ചേട്ടൻ കണ്ടോ, ആശേച്ചിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തിയേ കണ്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം കൂടെ ദേഷ്യം. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എത്ര നേരമായി എനിക്ക് വെള്ളം വേണം വെള്ളം വേണമെന്ന് ഞാൻ അലറുമായിരുന്നു. അച്ഛൻ എന്തിനാ, അമ്മയ്ക്കൊന്നും വെള്ളം എന്ന് പറഞ്ഞോളൂ, അമ്മ ആ അരുവി കണ്ടിട്ടാ വെള്ളം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛന് അമ്മയാണ് പ്രയോറിറ്റൈസ് ചെയ്യണത് അല്ലേ. ഒരു തെറ്റുമില്ല അതിൽ. ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുകയും ചെയ്യണം. അപ്പം അതിലെന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഭാര്യയെ പ്രയോറിറ്റൈസ് ചെയ്യണം നിങ്ങളെപ്പോഴും. ആ കുടുംബം ഉണ്ടല്ലോ, അത് ഇന്നും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്തൊരു സ്നേഹം എന്ന് പറയാം. അടിവെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ വളരെ രണ്ടുപേരും 2 ഇൻഡിവിജ്വൽസ് ആണല്ലോ, രണ്ടുപേർക്കും നല്ല കരുത്തുറ്റ വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഓർമ്മ, അച്ഛൻ പേപ്പർ വായിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളതാണ് കേട്ടോ. AK ആന്റണി എന്തോ എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രിയെന്ന് എന്തോ പറയുമ്പോൾ അമ്മ പുറകിൽ വന്ന് നിന്നിട്ട് അതിങ്ങനെ വായിക്കുകയാണ്. അതൊരു കുടുംബ ചിത്രമാണത്. അപ്പം അച്ഛനും അമ്മയും തമ്മിൽ, ആന്റണി ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് പോയി, അപ്പോൾ ഇനി ഇവിടെ ഉമ്മൻചാണ്ടിക്കായിരിക്കും സാധ്യത എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ആ ഒരു കുടുംബ ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയാകണം എന്നായിരിക്കും ഞാൻ തീരുമാനിക്കുക, അവരെ പോലെ ആവണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലേ. അതേസമയം ഒരു അൺഹാപ്പി മാരേജ് ഉള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകാൻ പറ്റുന്നതെന്ന് അറിയോ, ആ ഹസ്ബൻഡ് ആ വൈഫിന് ഒന്നും ഒരു വിധത്തിലുള്ള ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നുണ്ടാവില്ല ഒരു കാര്യത്തിലും. അച്ഛൻ ചില കാര്യങ്ങളിൽ അമ്മയ്ക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. അച്ഛൻ്റെ അച്ഛനൊരു സ്വഭാവമുണ്ട്. ലൈക്ക് അച്ഛൻ്റെ കൊലീഗ്സും അവരൊക്കെ വരുമ്പോൾ അച്ഛൻ ഒരുപാട് അവരെ എങ്ങനെ ശ്രദ്ധിക്കും. ഇപ്പം അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയാലേ അമ്മയെ കാണാനില്ല അതിനകത്ത്. ഞാൻ ചോദിക്കും, അമ്മ എവിടെയാ? ഞാൻ എവിടെയായിരുന്നു? അമ്മ പറയാണ്, 1-2 സ്ഥലത്ത് ഒരിടത്തെങ്ങാണ്ടേ ഞാൻ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളതിലൊക്കെ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നതെല്ലാം അച്ഛൻ്റെ കൊലീഗ്സ് ലേഡീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ്സ്, അവരൊക്കെ ആയിട്ട് ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നു. കുടുംബ ചിത്രമേ കണ്ടില്ല അവിടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ പറയും, അതൊക്കെ ബാലിഷ്യമാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം രണ്ടുണ്ട് കാര്യം. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അമ്മയുമായിരുന്നു, ഉൾക്കൊള്ളാൻ കൊള്ളുന്ന ഒരു ഭാര്യയുമായിരുന്നു. അതിലൊന്നും ഇപ്പം അത്ര കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങൾ പറയും ചേച്ചി ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ചേച്ചി എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് അറിയോ? ഐ വാണ്ടഡ് എ സ്പേസ് നിയർ അരവിന്ദ്. എപ്പോഴും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഏപ്രിലായിരുന്നു ഞങ്ങളുടെ വിവാഹം, 1996. അതേ വർഷമല്ല 1997 ജാനിൽ, ഇപ്പോൾ ഒരു 6 months 7 months ഗ്യാപ്പിൽ അരവിന്ദ് സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു. അപ്പോഴല്ലേ അപ്പോൾ കല്യാണമൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ സദ്യക്ക് എല്ലാവരും ഇരിക്കില്ലേ. അപ്പം ഞാൻ വന്നിരുന്നു. എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് അരവിന്ദിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടല്ലോ, അരവിന്ദിൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി അരവിന്ദ് ഹി വാസ് എബൌട്ട് ടു സിറ്റ് ദെയർ. അപ്പം ഞാൻ പറഞ്ഞു, അരവിന്ദ് വരൂ നമുക്കിവിടെ ഇരിക്കാം, അങ്ങനെ ഫോട്ടോസൊക്കെ വരില്ലേ, അപ്പം നമ്മൾ ഒന്നിച്ച് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ഓടി വന്നിട്ട് അരവിന്ദിൻ്റെ അച്ഛൻ വന്ന് എൻ്റെ അടുത്തിരുന്നു, പപ്പ വന്നിരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം. ഞാനുണ്ടല്ലോ അപ്പോൾ അരവിന്ദ് അടുത്ത് വന്നിട്ട് പറയാം, പപ്പ ഇരിക്കല്ലേ അങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ അവിടെ പോയിരിക്കുമോ, എനിക്ക് അരവിന്ദിൻ്റെ കൂടെ ഇരിക്കണം. അത് പിന്നെ എന്ന് പറഞ്ഞു. പപ്പ എഴുന്നേക്കാനുള്ള ഭാവമേ ഇല്ല. അപ്പോൾ പപ്പയ്ക്ക് അമ്മച്ചി എന്ന് പറയുന്നത് അരവിന്ദിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റിയേ അല്ല കേട്ടോ, അവർക്കും അല്ല. അമ്മ ഏതോ അമ്മയുടെ ബ്രദറിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട് പുറയിൽ. ഞാൻ വിളിച്ചു, അമ്മ പപ്പ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് അരവിന്ദ് ഇരിക്കണം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ
ഓർമ്മകളുടെ ചെപ്പുകൾ തുറക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളും തുറക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നല്ലത് എടുക്കാം. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ ജഡ്ജ്മെന്റലാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. അരവിന്ദിനെ കൊണ്ടത് എൻ്റെ അടുത്ത് ഇരുത്തി. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും എഴുന്നേറ്റ് മാറി തന്നു കേട്ടോ. അതൊരു നല്ല കാര്യം. പപ്പ ഇപ്പോഴും ഇല്ല, ഈ എൻ്റെ പറയുന്ന എല്ലാവരും പോയി ഈ ലോകത്ത് നിന്ന്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇപ്പം കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്ത് നന്നായി അല്ലേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. അന്നൊന്നും ഇതുപോലെ ക്യാമറാസ് ഇല്ലല്ലോ കുട്ടികളെ. നമ്മുടെ കയ്യിൽ ഈ ഐഫോൺസ് ഒന്നും ഇല്ല, സ്മാർട്ട് ഫോൺസ് ഒന്നും ഇല്ല. സോ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു അവസരങ്ങളാണ് നമ്മളെപ്പോഴും ഫോട്ടോസിനും നമ്മുടെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് ആൽബംസിലൊക്കെ വെക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഐ ടുക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ എല്ലാത്തിലും നിങ്ങളുടെ ലൈഫിൽ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, പ്രയോറിറ്റൈസ് യുവർ ഫാമിലി. കാരണം നിങ്ങളുടെ കൂടെ പകുതി എത്തുമ്പോൾ ആ യാത്ര നിർത്തി അച്ഛനും അമ്മയും പോകും. അതിന് യാതൊരു സംശയമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ജീവിത സഖിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ, ചെറിയ ചടവുകളും ചളുക്കുകളും ഒക്കെ ഉള്ള പാത്രങ്ങളൊക്കെ നമ്മൾ നേരെ തട്ടി നേരെയാക്കി കൊണ്ടുപോകുന്നില്ലേ? അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. സോ ഭാര്യ നല്ലതല്ലെങ്കിലോ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ടായി. എന്താണ് ഈ നല്ല ഭാര്യയും ചീത്ത ഭാര്യയും? എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഒരാൾ നല്ലതാകുന്നതും ചീത്തയാകുന്നതും? സർക്കംസ്റ്റൻസസ് കൊണ്ടല്ലേ അല്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞ ആ സാഹചര്യങ്ങൾ കാണാത്ത കുട്ടിക്ക്, അതായത് അൺഹാപ്പി മാരേജിൽ ഉണ്ടായതാണ് ആ പെൺകുട്ടിയെങ്കിൽ, അമ്മ സഹിക്കുന്നത് കണ്ടിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അച്ഛൻ സഹിക്കുന്നത് കണ്ടിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ, there might be some kind of impact നമ്മുടെ ആ കുട്ടിയുടെ മനസ്സിൽ. അത് മനസ്സിലാക്കാനുള്ള പക്വത എന്ന് പറയുന്നത് ഹസ്ബൻഡിനും ഉണ്ടാവില്ല. അദ്ദേഹവും ആദ്യമായിട്ട് കല്യാണം കഴിച്ച് വരണല്ലേ. അപ്പം നിങ്ങൾ ഈ അന്യോന്യം ഓരോ കാര്യങ്ങൾക്കും അതിനെ ഇങ്ങനെ വിഘടിച്ച് അല്ലെങ്കിൽ അത് തലനാരിഴ കീറി കാണാതെ വരുന്നിടത്ത് വെച്ച് കാണുക. അത് തെറ്റായെങ്കിൽ ഓപ്പൺ ടോക്ക്, സിമ്പിൾ ഓപ്പൺ ടോക്ക് മതി. നിങ്ങൾക്ക് വല്ല എന്താ പറയുക മാനസിക രോഗമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കൺസൾട്ടേഷനും അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്യോന്യം സംസാരിച്ചാൽ മതി. ഇപ്പോഴിപ്പോഴാകുമ്പോൾ സംസാരത്തിൽ കൂടി തന്നെ പല കാര്യങ്ങളും സോൾവ് ആകും. ഇതിങ്ങനെ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നൊരു വൈഫ് ഒന്ന് ചോദിച്ചു നോക്കിക്കേ ആ ഹസ്ബൻഡിൻ്റെ അടുത്ത്. ഹസ്ബൻഡ് തെറ്റാണെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ രണ്ടു പേർക്കും അതിനുള്ള പക്വത ഇല്ലെങ്കിൽ പിന്നെ കൺസൾട്ടേഷൻ. ഇന്ന് ഈ കൺസൾട്ടേഷന് പോകുന്നെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, തെറ്റൊന്നുമല്ല പോകുന്നതും പോകണമെന്ന് പറയുന്നതും. ഇറ്റ്സ് ജസ്റ്റ് ടു സേവ് യുവർ എന്താ പറയുക മാരേജ്. നമുക്ക് ഒരു കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചു, 3 കല്യാണം കഴിച്ചു, എത്ര പറ്റും നമുക്ക്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ? അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താ, ആദ്യത്തെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്കാം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളവരും പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടെ കഴിയാൻ ബുദ്ധിമുട്ടായേക്കാം. അങ്ങനെയുള്ളവർ ഒരു ട്രൈ ചെയ്തിട്ട് ദെൻ ലെറ്റ് ദം ഡിസൈഡ്. മേ ബി ദേ കനോട്ട്. അത് ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോഴേ ആ വിവാഹത്തിലേക്ക് എൻ്റർ ചെയ്യരുത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ടു ബി ഇൻ ദാറ്റ് പ്ലേസ്. എന്നിട്ട് അത് നന്നാക്കി എടുക്കാൻ നോക്കുക. പറ്റാത്ത കാര്യങ്ങളൊക്കെ പലതും ഉണ്ടല്ലോ, പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ അതുപോലെയുള്ള സെക്ഷുവൽ ഡിസീസസ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെ പെൺകുട്ടികൾക്ക് താമസിക്കാൻ പറ്റില്ല, ആൺകുട്ടികൾക്കും താമസിക്കാൻ പറ്റില്ല. സ്ത്രീകൾ പൊതുവെ അങ്ങനെ ആയി പോകുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നല്ലവരും പുരുഷന്മാർ കെട്ടവരും ഒന്നും പറയാൻ പറ്റില്ല. ബോത്ത് ഓഫ് ദം ഹാവ് ഗോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം ബാഡ് ഓർ ഗുഡ് അല്ലേ? അപ്പം നമ്മൾ ആ ഗുഡ് ഓർ ബാഡ് ആണ് വൈഫ് എന്ന് മുദ്ര കുത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗുഡ് ആണ് ബാഡ് ആണെന്ന് മുദ്ര കുത്തുന്നതിന് മുമ്പ് ഇരുന്ന് ഒന്ന് ആലോചിക്കുക. മുതിർന്നവരെ കഴിയുന്നതും, അതായത് റെസ്പെക്റ്റീവ് പേരൻസിനെ അതിൻ്റെ ഉള്ളിൽ ഇടപെടുത്തേരുത്. നിങ്ങളുടെ ഒരു പ്രോബ്ലം പോലും നിങ്ങൾ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പണ്ട്, ഞാൻ ഇങ്ങനെയാണ് അമ്മ ചെയ്തതെന്ന് മകൾക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് മാരേജിൽ ഒരു മകളുടെയോ മകൻ്റെയോ വ്യക്തിപരമായിട്ടുള്ള വഴക്കുകളിലോ അവർ തമ്മിലുള്ള ശാശികളിലോ ഭക്ഷണം പിടിക്കാനോ സംസാരിക്കാനോ അമ്മായിയമ്മയോ അമ്മായച്ഛനും പോകരുത്. കഴിയുന്നതും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ വേറെ താമസിക്കുന്നതാണ് ഉചിതമെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. ഫിനാൻസസ് കറക്റ്റ് ആക്കണം. പിന്നെ ഉള്ളത് കൊണ്ട്
ഞാൻ സത്യം പറയാലോ, മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ടാണ് ഞാൻ ആദ്യം പാചകം തുടങ്ങിയത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഐ കം ഫ്രം ക്വൈറ്റ് എ റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത്. കാരണം എൻ്റെ അച്ഛൻ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. റിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വെൽത്ത്, പൈസ ഇങ്ങനെ കൊട്ടുന്നല്ല, എഡ്യൂക്കേഷൻ വൈസ് റിച്ച്നെസ് ഉണ്ടായിരുന്നു, കൾച്ചർ വൈസ് റിച്ച്നെസ് ഉണ്ടായിരുന്നു. എങ്ങനെ പെരുമാറണം എന്നുള്ളത് അച്ഛനും അമ്മയും നല്ല പോലെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ പറയാറുണ്ടല്ലോ, പക്ഷെ അവരുടെ നന്മകളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺനെസ്. ഐ ആം ബ്രൂട്ടലി ഓപ്പൺ. അതെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് വരുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും രണ്ടും ഒരേപോലെ സ്വീകരിക്കുന്ന ആളാണ്. ബട്ട് ബിക്കോസ് ഓഫ് മൈ ഓപ്പൺനെസ് എനിക്ക് അധികവും പോസിറ്റീവ്സ് ആണ് വന്നേക്കണേ. നെഗറ്റീവ്സ് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. ബിക്കോസ് ഞാൻ ഒന്നും വളച്ചുകെട്ടില്ലാതെ പറയുന്ന ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയമില്ല. ബിക്കോസ് നട്ടില് നിവർത്തി ജീവിക്കണം എന്നല്ലേ പറയുന്നത്. സിർ ഉഡാക്കർ ജിയോ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമുണ്ട്, HDFC ലൈഫിൻ്റെ എന്തോ. ഒരു പ്രായമായ മനുഷ്യൻ സ്വന്തം കാര്യങ്ങൾ അദ്ദേഹം തന്നെ നോക്കുന്നത്. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്. സിർ ഉഡാക്കർ ജിയോ എന്നുള്ള എൻ്റെ വക്താവാണ് എൻ്റെ അച്ഛൻ. സോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ടേക്ക് അവേ എന്താണെന്ന് അറിയാമോ? നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രാപ്തരാകണം. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾ പ്രത്യേകിച്ചും സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. പെൺകുട്ടികളും ആണ്, പക്ഷെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കുറച്ച് അമ്മപ്രേമമുണ്ട്. അമ്മ 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 എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നതിനോട് ഒരു ചായ്വ് വരും. അമ്മ പറയുന്നത് മുഴുവനും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ബി ഹാപ്പി, പ്രയോറിറ്റൈസ് യുവർ ഫാമിലി ഫസ്റ്റ്, ഹാപ്പിനെസ് വിൽ ഫോളോ. ഇനിയും ഒരു തോട്ടുമായിട്ട് നാളെ വരുന്നതായിരിക്കും. ഓക്കെ.